നമ്മൾ ഈ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പോയി കഴിക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാളും എനിക്കൊരു പിടി കൂടുതൽ ഇഷ്ടം നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന മസാല ഫ്രൈഡ് റൈസ് ഇല്ലേ അതിനോടാട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ തട്ടുകട സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത 1/4 കിലോളം ചിക്കൻ്റെ ബോൺലെസ് പീസിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും അരമുറി ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് കൈ വെച്ച് നല്ല പോലെ തിരുമ്മി പിടിപ്പിച്ചേച്ചും ഇതൊരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ചൂടായ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് 4 ഗ്ലാസ് ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാവുമ്പോൾ ഒരു 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് കോരി മാറ്റാം. ഇനി കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വറുത്ത് അതും ഒന്ന് കോരി മാറ്റാം. ഇനി ചിക്കൻ വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് പൊടിയായി അരിഞ്ഞ 3-4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി വഴറ്റി ഈ സവോളയൊന്ന് വഴണ്ടി വന്നാൽ കട്ട് ചെയ്ത് 2 ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് ഇളക്കി മൂടി വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുത്ത് ചിക്കൻ്റെ പീസസും ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാനെടുത്ത പാത്രം ഒന്ന് ചെറുതായി പോയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് കോരി മാറ്റിയ റൈസും കൂടെ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയിലയും ചേർത്ത് റൈസ് ഉടയാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയും ഇതുപോലെ കുടഞ്ഞുമൊക്കെ മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി തട്ടുകട സ്പെഷ്യൽ മസാല ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.